നിർധനരായ ധാരാളം ആളുകൾ പാർക്കുന്ന ഒരിടമാണ് മലയോര മേഖല. ഈ മലയോര മേഖലയിൽ തന്നെ ഒരുപാട് കിഡ്നി രോഗികളുമുണ്ട്. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് എന്നുള്ളത് വലിയ സാമ്പത്തിക ചിലവ് വരുന്നതാണ്. സൗജന്യമായ ഡയാലിസിസ് സംവിധാനം സജ്ജീകരിച്ചിരിക്കുകയാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഡയാലിസിസ് സെൻ്ററിൻ്റെയും കമ്മ്യൂണിറ്റി കെയറിൻ്റെയും വിശേഷങ്ങളും സവിശേഷതകളും നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഈ സർവീസ് നൽകുന്നത്? മലയോര മേഖലയിൽ നമുക്കറിയാം ഒരുപാട് കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അപ്പം അവർക്ക് തീർത്തും സൗജന്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ 500-ൽ പരം നമ്മൾ ഡയാലിസിസ് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഈ ഒരു മലയോര മേഖലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഡയാലിസിസ് ചെയ്യുന്നത്. അതേ രൂപത്തിൽ അവർക്ക് സൗജന്യമായിട്ടുണ്ട്. ഇനി അതല്ല, അവർക്ക് പേയ്മെൻറ്റ് തന്നുകൊണ്ട് ഇവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. കറൻ്റ്ലി 11 പേഷ്യൻസ് ആണ്. യഥാർത്ഥത്തിൽ നല്ല സാമ്പത്തിക ചിലവുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നത്? ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ 1400 രൂപ ഒരു ഡയാലിസിന് നമുക്ക് ചിലവ് വരും. ഈ പ്രദേശത്തുള്ള പണക്കാരായ വ്യവസായികൾ, കച്ചവടക്കാർ, അതേ രൂപത്തിൽ നമ്മുടെ ജോലി ഈ ഭാഗത്തുള്ള സ്കൂളുകളിലുള്ള കുട്ടികളുടെ ധനസമാഹരണം, അതേ രൂപത്തിൽ ഇതിന് നമുക്ക് പ്രത്യേക ഒരു ആൾക്കാരെ സമീപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രത്യേക ആൾക്കാരെ കണ്ടുകൊണ്ടൊക്കെ ഇതിന് ധനസമാഹരണം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതികളുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായി അവർ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. ഓരോ പേഷ്യൻ്റ് ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ സാമ്പത്തിക നില വളരെ മോശമായിട്ടാണ് കാണുന്നത്. അവർക്ക് തീർത്തും സൗജന്യമായിട്ട് കൊടുക്കേണ്ടവരാണ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മിഹ്റാസിൻ്റെ കീഴിൽ നമുക്ക് കമ്മ്യൂണിറ്റി കെയർ എന്നുള്ളൊരു പദ്ധതിയാണുള്ളത്. നമുക്കറിയാം പാലിറ്റീവ് കെയർ, അതായത് വീട്ടിൽ ചെന്നുകൊണ്ട് രോഗി പരിചരണം, മെഡിക്കൽ ക്യാമ്പുകൾ. പ്രത്യേകിച്ചും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവയർനെസ് പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ. കാരണം ഇന്നത്തെ ഭക്ഷണ രീതിയും മറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ എത്രത്തോളം കൂടുന്നുണ്ട്, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ മേഖലയിലും നടന്നത്. ഒരു 40 വില്ലേജുകളിലേക്ക് ഇത് വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി കെയറിൻ്റെ കീഴിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ എത്ര മെഷീനറീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ എത്ര രോഗികളാണ് ഇതിനെ ആശ്രയിക്കുന്നത്? 10 മെഷീൻസാണ് നമുക്കുള്ളത്. 10 മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 40ഓളം സ്ലോട്ടുകൾ പെർ ഡേ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 11 പേഷ്യൻസാണ്. അവർ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ളവരാണ്. നമ്മൾ ഇതിൻ്റെ പ്ലാനിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു 10 പേഷ്യൻസിന് നമുക്ക് പെയ്ഡായിട്ടും 10 പേഷ്യൻസിനെ നമുക്ക് അത് സൗജന്യമായിട്ടും കൊടുത്ത് ഇതിനൊരു സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ഓരോ പേഷ്യൻ്റ് ഇവിടെ വന്ന് അപ്ലിക്കേഷൻ തരുന്ന സമയത്തും ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8-9 പേഷ്യൻസിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് പെൻഡിങ് ആണ്. അവർ പഠിച്ച സമയത്ത് അവർക്കൊന്നും പേയ്മെൻറ്റ് തരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തീർത്തും സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേയ്മെൻ്റ് ആയിട്ട് വരുന്നവരൊക്കെ നമ്മൾ ഇവിടുന്ന് ഡയാലിസിസ് ചെയ്ത് അവർക്കായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ട് കൊണ്ടുവന്ന് ചെയ്തു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും മിഹ്റാസിൽ ഇപ്പോൾ ഉണ്ട്. വെറുമൊരു ഡയാലിസിസ് സെൻ്റർ എന്നതിനപ്പുറം നമ്മളിതൊരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സവിശേഷമായ സർവീസുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. 24 hours നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഫെസിലിറ്റി, നഴ്സിംഗ് ഫെസിലിറ്റി, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് സർവീസ്, അതിനുള്ള എല്ലാ ഡോക്ടേഴ്സ് ഫാക്കൽറ്റി നമ്മൾ കൂടെ തന്നെ ഉണ്ട്. അതിനേക്കാളിലൊക്കെ ഉപരി തന്നെ നമ്മൾ പ്രത്യേകം ഒരു പ്രോഗ്രാമാണ് ഇത്തിരി നേരം എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. കാരണം ഇവരെ മാനസികമായിട്ട് അതല്ലെങ്കിൽ സൈക്കോളജിക്കലി അവരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഒരുമിച്ചിരുത്തുകയും അവരൊപ്പം നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെയും കൊണ്ടുവന്നുകൊണ്ട് അവരെ മാനസികമായിട്ടൊന്ന് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക എന്നുള്ളൊരു പദ്ധതിയാണ് ഇത്തിരി നേരം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വിജയിക്കുന്നുമുണ്ട്. കാരണം ഒരു പേഷ്യൻസ് വന്നു പോകുന്നതിനേക്കാളുപരി അവരെ മാനസികമായിട്ടും ഇതിൻ്റെ ഒരു ഭാഗവാക്കാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. വീടും പറമ്പും വരെ വിറ്റ് ജീവൻ നിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർക്കാണ് ഈ ഡയാലിസിസ് സെൻറ്റർ സഹായമാകുന്നത്. ഇതിനുവേണ്ടി വലിയ സാമ്പത്തിക ചിലവ് തന്നെ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്.